നിനക്ക് ആ നൂറിനാടെന്ന് വന്ന കല്യാണാലോചനയും മുടങ്ങി. ആ അതെങ്കിലും മുറിവെന്ന് വിചാരിച്ചായിരുന്നു. ഓ സന്തോഷായി. കൂടുന്നതിനനുസരിച്ചിട്ടേ കാ വരുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയാ. കാലം തെറ്റിയ മഴയും. തേനീച്ചകൾ കുറയുന്നു. കൊന്നമരം പോലും കാലം തെറ്റി പൂക്കുന്നു. മനുഷ്യന്റെ കാര്യത്തിലും മാറ്റം കണ്ടു തുടങ്ങി. നീ ഇന്ന് സുരേഷിനെതിരെ നിലപാടെടുത്ത് ഒട്ടും ശരിയായില്ല. ഓ അത് അച്ഛൻ്റെ അടുത്ത് എത്തിയോ? ആ അച്ഛൻ അങ്ങനെ മകൻ കീ ബാത്ത് കേട്ട് ഓരോന്ന് വിചാരിക്കണ്ട. ആ അലക്സ് എന്തോ പറഞ്ഞു, ഞാൻ അതിന് മറുപടി പറഞ്ഞു. അത് ഞാൻ പറഞ്ഞിരുന്നതിന് മുമ്പ് അലക്സ് ഇടയ്ക്ക് കയറി പറഞ്ഞു. എൻ്റെ നിലപാട് സുരേഷിനെതിരെയാണെന്ന് അയാൾ വ്യാഖ്യാനിക്കുമായിരുന്നു. ഞാൻ പറയാതെ അറിയാമല്ലോ, അലക്സിനെ സൂക്ഷിക്കണം. വിഷവാ. തൊഴുത്തിക്കുത്തും പാരവെപ്പും ഗ്രൂപ്പ് കളിയൊക്കെ ആണല്ലോ അച്ഛാ നമ്മുടെ പാർട്ടിയിലെ പ്രധാന കലാപരിപാടികൾ. ഇവനൊക്കെ LDP-ക്കാരെ കണ്ടുപിടിക്കട്ടെ. അവരുടെ അച്ചടക്കവും ആസൂത്രണവും അടവ് നയവും അതിന്റെ മെച്ചം അവർക്കുണ്ട്. പഴയൊരു മുട്ടയുടെ ബാക്കി കിടപ്പുണ്ടെന്ന് എനിക്കറിയാം. അതൊന്നും മനസ്സിൽ വെച്ചിട്ട് പെരുമാറില്ലേ. പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. പൈസയുടെ കാര്യം ഇപ്പോൾ പൈസക്കാരൻ വന്നോ? ഈ ബീഡിക്കൊക്കെ ഇപ്പൊ ചന്ദനത്തിരിയുടെ മണവ എന്ത് ചെയ്യാനാ? നടക്ക് നടക്ക്. അയ്യോ കുഞ്ഞമ്പുസകാവ് ശശി ഒല്ലീന ബാബുരാ വിളിച്ചെല്ലാവരും ഉണ്ടല്ലോ. നമസ്കാരം. നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് മൂൺലൈറ്റ് ബിജോയിയെ 100 ചുവപ്പൻ അഭിവാദ്യങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ബിജോയി ഈ പ്രസ്ഥാനത്തേക്ക് കടന്നു വന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീട് ഞാൻ വിശദീകരിക്കാം. കാറൽ മാർക്സിന്റെ മൂലധനം കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന ഈ നവോത്ഥാന കാലത്ത് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പാടാ. ഇത്തരം നീക്കങ്ങളൊക്കെ പാർട്ടിനെ ദുർബലപ്പെടുത്തും. ചെന്താമർഷൻ സഖാവേ, പാവപ്പെട്ടവന്റെ കൂടെയല്ലേ എന്നും പാർട്ടി നിൽക്കേണ്ടത്. അത് ശരിയാ. കല്യാണ സ്ഥലത്തും മരണ വീട്ടിലൊന്നും നമ്മൾ പോകാതായി. പാർട്ടി ഒരു ബലിക്കാക്കയല്ല കണ്ടെടുത്തൊക്കെ തിരഞ്ഞു നടക്കാൻ. USSRന്റെ വീഴ്ചയ്ക്കും ബംഗാൾ പ്ലീനത്തിനും ശേഷം നമ്മൾ ശൈലി മാറ്റി സഖാവ് അറിഞ്ഞില്ലെന്നുണ്ടോ? താക്കീത് വേണോ തരം താരത്തിൽ വേണോ? അപ്പൊ പേടിയുണ്ട് അല്ലേ? പിന്നെ ശൈലി നേതൃത്വമാണ് രൂപപ്പെടുത്തുന്നത്. അത് പിന്തുടരാൻ പറ്റാത്തവർക്ക് ഡോർസ് ആർ ഓപ്പൺ. പോകാം. പിള്ളേ താത്വികമായി പാർട്ടി പപ്സിനെതിരാണെങ്കിലും ബീഫ് ആയതുകൊണ്ട് രണ്ടെണ്ണം കഴിക്കാം. വർഗീയത ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് തോപ്പിക്കാൻ പറ്റും അല്ലേ? വർഗീയ ശക്തികൾ പരസ്പരം മുലയൂട്ടി അതിവേഗം വളരുകയാണ്. വേണം. ശാസ്ത്രബോധവും യുക്തിബോധവും ജനങ്ങളിൽ വളർത്തിയാൽ മാത്രമേ ഇതിനൊരു പോംവഴിയാവൂ. നോക്കാം. ചേട്ടോ, ഞങ്ങള് പഞ്ചായത്തിൽ പരദേശി മോഡ് നടപ്പാക്കാൻ പോകുന്ന അറിഞ്ഞില്ലേ? അയ്യോ, അതപ്പം എല്ലാ ബംഗാളികളെ ആസാമിലേക്ക് കയറ്റി വിടാൻ പോവാ. മിത്രനേ, മലയാളിയൊന്നും പണിക്ക് കിട്ടത്തില്ല. ഇന്നത്തെ ചിന്തപേട്ടക്കിൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അയ്യോ, ഇവരില്ല എന്റെ കട പൂട്ടിപ്പോവും. അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. രാജ്യമാണ് പ്രധാനം. യഥോ ധർമ്മ തഥോ ജയ. महाफलेषु कदाचन. लेकिन उससे पहले एक विशेष सूचना। आज अध्यक्ष महोदय पूरे देश को संबोधित करेंगे और अब एक विशेष गाने की विशेष फरमाइश कन्नूर से। गाना है परदेसी। ചലോ മിത്രം. എന്തോ വലുത് വരാനിരിക്കുന്നു. गाना सुनिए। അതുകൊണ്ട് ഇത്തവണ ബംഗാളിയെ വെറുതെ വിടാം. आज अध्यक्ष महोदय देश को विशेष रूप से संबोधित करेंगे। മെമ്പർ പറഞ്ഞതുപോലെ തന്നെ പശുവിനെ നന്നായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ പിണ്ണാക്കും വൈക്കോലും കാടിവെള്ളവും എല്ലാം കൂടെ ചേർത്തൊരു 5000 രൂപ ചെലവായിട്ടുണ്ട്. അതെനിക്ക് കിട്ടിയേ പറ്റൂ. അയ്യോ അത് ഇത്തിരി കൂടുതലല്ലേ എന്നെ തങ്കമ്മ ചേച്ചി? ആ കാടിവെള്ളത്തിന്റെ വിലയെങ്കിലും ഇത്തിരി ഒന്ന് കുറയ്ക്ക്. കഞ്ഞിവെള്ളം പിള്ളേർക്കും പിള്ളേരുടെ അച്ഛനും പോലും കൊടുക്കാതെ ഇതിന് കൊടുക്കുന്നത് അറിയാവോ? ഓ ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ ഒട്ടും കുറയ്ക്കണ്ട. ഒരു 2500 രൂപ ഞാൻ അങ്ങ് തരും. കണ്ണി ചോരയില്ലാതെ ഇങ്ങനെ പറയല്ലേ മെമ്പറെ. എന്റെ പിള്ളേരെ നോക്കുന്ന പോലെ ഞാൻ ഇതിനെ നോക്കിയത്. ചീട്ടി കിട്ടുമ്പോ 2500 രൂപ ഞാൻ അങ്ങ് തരും. ഇതിവിടെ നിന്നോട്ടെ. അങ്ങനെ പറയരുത് ചേച്ചി. ഇനി കാടിവെള്ളത്തിൽ ബൂസ്റ്റ് ഹോർലിക്സും ഇട്ട് ഇളക്കണ്ട. പിടിച്ചോ, ഇതൊരു 4500 രൂപ തികച്ചുണ്ട്. പിടിക്ക് ഗോപാലേട്ടാ. എന്നിട്ട് ഐശ്വര്യമായിട്ട് പഴയ കയറ് മാറ്റി പുതിയ കയറിയിട്ട് ഒരു MB കൂടെ പോയി. അത് വെട്ടാം. അത് തൊടാൻ പറ്റത്തില്ല. അത് ഹൈക്കമാൻഡാ. ഒരു 100 രൂപ എനിക്ക് പോയിട്ട് ധൃതി ഉണ്ടായിരുന്നു. എടാ നിനക്ക് വല്ല പണിക്കോ കൂടി 100 രൂപ. അത് നമ്മുടെ അടുത്ത് കണ്ടിട്ട് എത്ര ആളായി? അടുത്ത പശുവായിട്ട് സുനന്ദേശി വീട്ടിലേക്ക് പോയിട്ടുണ്ട്. സാമ്പത്തികമായി മുന്നേറിയ ശേഷം മറ്റുള്ള രാഷ്ട്രങ്ങളെ കീഴ്പ്പെടുന്ന ചൈനയുടെ തന്ത്രമാണ് അവളുടെ. അത് ശരിയാ. ഇത് തന്നെയല്ലേ അവിടുത്തെ കൊണ്ടുവരാ അണ്ടി ഓഫീസിൽ നടക്കുന്നേ? കൊണ്ടേ ഇത് തന്നെ അണ്ടേ. ആ അവിടെ നമ്മുടെ പട്ടിണി മാറുന്നുണ്ടെങ്കിൽ ചൗധരിജിക്ക് അനിയണം. കന്നിയും
കഞ്ഞി ദൈവം क्या है भाई इतना समय वाच नहीं है ना देखा हाँ പിടിച്ചാ പിടിച്ചാ തിരിച്ച് പശ ഇങ്ങനെ തേക്കാ 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 ഏസ ഓട്ട ഒട്ട ഒട്ട തേക്ക തൂസ തേക്ക തേക്ക എന്നിട്ട് ഇങ്ങനെ മറിച്ച് ഓ ഒട്ടിക്ക ഒട്ട ഒട്ട മനസ്സാ മനസ്സാ തീസറ ചാർസ ഇതർ ഒട്ട नहीं इधर വരണക്ക വരക്കള്ള വരണക്ക വരണക്ക വര 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 हाँ बा ചാർസ ചലോ ബാ ചേട്ടാ എന്ത് പണിയാണോ ഞാൻ ചെയ്തോളാം പ്ലീസ്. ശരിയാണല്ലോ ഇപ്പൊ മൊത്തം നമ്മൾ ഒട്ടിച്ച് ചേർത്താനെ പിടിച്ചേ പടക്കോ ദേഖനെ കറന്ന സ്ഥലത്തൊക്കെ കറണം ഒട്ടിക്കാൻ നമ്മളെ കൊണ്ടവൻ മേം വരുമ്പോ ഹും ഹൈ ഓ ഓക്കെ കാലാട്ട് ഇവിടെ ഇരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയം തെളിച്ച് തുളുമ്പുമ്പോ ഒരു പണിയെടുക്കാണ്ട് എങ്ങനെ ഇവിടെ ഇരിക്കാൻ പറ്റുന്നു? ബാക്കിയുള്ളവർ പശേച്ച് മതിയായി. ചൗതിച്ചിട്ട് കാണട്ടെ കുറച്ച് കാര്യം എനിക്ക് പറയാണ്ട്. എന്തോ പണയും പണയുമ്പോ കണ്ടോ കഥ പുസ്തകം വായിച്ചോണ്ടിരുന്നോ? അച്ഛ വിശക്കുന്ന പശ അല്ല ദോശ.